രൂപതയുടെ രണ്ടാമത് എപ്പാർക്കിയൽ അസംബ്ലിയുടെ ഇന്നത്തെ ദിവസത്തിന്റെ വിശേഷങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നത് റവറൻഡ് ഡോക്ടർ മാത്യു ഇല്ലത്തുപറമ്പിലാണ്. പാലക്കാട് രൂപതയുടെ രണ്ടാം എപ്പാർക്കിയൽ അസംബ്ലിയുടെ രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ബുധനാഴ്ച. ഇന്ന ദിവസം നമ്മുടെ സമുദായത്തിൻ്റെ ശാക്തീകരണം എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. സീറോ മലബാർ സഭയുടെ ഒരു പ്രാദേശിക ഘടകം എന്ന നിലയിൽ പാലക്കാട് രൂപതയിലെ സമുദായ അംഗങ്ങളുടെ സുസ്ഥിതി അത്ര ഭേദമല്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ വിഷയം ചർച്ചയ്ക്കെടുത്തത്. സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായും ക്ഷേമ നിലയിലുമെല്ലാം നമ്മുടെ സമുദായം ഇനിയും ഒട്ടേറെ വളരാനുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നാണ് വിഷയം എപ്പാർക്കിയൽ അസംബ്ലി വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്തത്. ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ഡോക്ടർ കെ പി മാണി വിഷയാവതരണം നടത്തി. തുടർന്ന് ചർച്ചകൾ നടന്നു. അതേ തുടർന്ന് രൂപതാംഗമായ അഡ്വക്കേറ്റ് ഷീവ ബെന്നി പാലക്കാട് രൂപതയിൽ ഈ കാര്യത്തിൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു അവതരണം നടത്തി. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം അംഗങ്ങൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒട്ടനവധി പുതിയ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ എല്ലാം ഭാഗമായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല പരിപാടികളിലെ ഒരു കർമ്മ പദ്ധതിയുടെ രൂപരേഖ ഉരുത്തിരിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ അടുത്ത 10 കൊല്ലത്തിനുള്ളിൽ പാലക്കാട് രൂപതയിലെ അംഗങ്ങളായ സമുദായ അംഗങ്ങളെ പല രീതിയിലും സമുദ്ധരിക്കാനും കുടുംബങ്ങളെ സഹായിക്കാനും വ്യക്തികളെ വളർത്താനും ഉതകുന്ന പരിപാടികൾ രൂപപ്പെടുത്താനും അത് പൂർത്തിയാക്കാനും സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. ദൈവം അനേകം പേരെ നമ്മുടെ ഈ പരിപാടികളിലൂടെ ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. സാൻജോ മീഡിയയ്ക്ക് വേണ്ടി റോണ ജോസ്. Stay tuned for more updates.